പ്രായത്തെയും സാഹചര്യത്തെയും സമയത്തെയും ഒക്കെ അതിജീവിച്ച് വചനം പഠിച്ച് ജീവിതത്തിൽ ശക്തരായ ഒരുപാട് ആളുകളെ നമ്മൾ ഈ നൂറുമേനിയുടെ പല സീസണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാക് ടി വി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വചനം കുഞ്ഞുനാൾ മുതൽ പഠിച്ച് വചനത്തിൽ നൂറുമേനി വിതച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നൂറുമേനിയിൽ അതിരൂപതാ തലത്തിൽ ബി കാറ്റഗറിയിൽ ഒന്നാമത് എത്തിയ കൊച്ചു മിടുക്കിയാണ്. നമുക്ക് പരിചയപ്പെടാം. ഈ കൊച്ചു മിടുക്കിയെ പേരൊന്ന് പറയാമോ? സേറ ആൻജുവൽ. എവിടെ, ഏത് ഇടവകയാണ്, എവിടുന്ന് വരുന്നു? പാറേപ്പള്ളിയില്, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി എന്നാണ് സേറ വരുന്നത്. സേറക്കുട്ടി വലിയൊരു വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. നൂറുമേനിയുടെ ബി കാറ്റഗറിയിൽ അതിരൂപതാ തലത്തിൽ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഈ വചനം പഠിക്കാനുള്ള ഇൻസ്പിറേഷൻ ആരായിരുന്നു? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പള്ളിയിലെ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഇങ്ങനെ പറയുമായിരുന്നു, സമ്മാനമൊക്കെ കിട്ടും പൊക്കോ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുണ്ട് ആദ്യം പറഞ്ഞേ. അപ്പോൾ ആദ്യം വേണ്ടെന്നൊക്കെ വെച്ചാൽ അമ്മയൊക്കെ നിർബന്ധിച്ച് അങ്ങ് പോയതാ. സമ്മാനമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 50 എണ്ണമേ ആദ്യം എഴുതിയുള്ളൂ. കുറച്ച് പാട് വെച്ചിട്ടൊക്കെയാണ് എഴുതിയത്. പിന്നെ എഴുതി സമ്മാനമൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ അടുത്ത വർഷം കൂടെ എഴുതാനൊരു ആയി. അപ്പോൾ ഈ വചനം പഠിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാണ് വചനം പഠിക്കുന്നത്? പഠിക്കാൻ ഞാൻ ഒരു 10 അല്ല 5 എണ്ണമൊക്കെ ഒരു ദിവസം വെച്ച് പഠിക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഞാനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് അതിൻ്റെ വചന ഭാഗം മാത്രം എഴുതി വെച്ച് നോക്കും. എന്നിട്ട് ആ വചനം ഒന്ന് ഓർത്ത് നോക്കും. എന്നിട്ട് ഒരു 50-100 ഒക്കെ അടുപ്പിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഫുള്ളൊന്ന് എഴുതി നോക്കും. അപ്പോൾ സേറക്കുട്ടി സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സേറക്കുട്ടിയുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ പലപ്പോഴും പറയുന്നത്, ഞങ്ങൾക്ക് പഠിക്കാൻ തന്നെ സമയമില്ല, ഈ വചനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളിലുള്ള ഹോംവർക്കൊക്കെ ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഈ വചനം പഠിക്കുന്നത് വഴി നമുക്ക് പഠിത്തത്തിൽ പിറകോട്ട് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ വചനം പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരു തടസ്സം നമ്മുടെ പഠിത്തത്തിനുണ്ടാകത്തില്ല. കൂടുതലും അത് സഹായിക്കത്തേ ഉള്ളൂ. ഒരു വചനമെങ്കിലും ഒരു ദിവസം ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ, നമ്മളൊന്ന് പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈശോ നോക്കിക്കോളും. ഫുള്ള് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി കൊടുത്താൽ മതി. അപ്പൊ ഏത് സമയത്താ സേറക്കുട്ടി കൂടുതലായിട്ടും വചനം പഠിക്കുന്നത്? രാവിലെയാണോ വൈകുന്നേരമാണോ? ഏത് സമയത്ത്? വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടെ. സാധാരണ നമുക്ക് എല്ലാവർക്കും ഒരു വചനം പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വചനം പറയാൻ പറ്റും. പക്ഷെ ഈ വചനവും അതിന്റെ അധ്യായവും വാക്യവും ഒക്കെ പറയുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാറുണ്ടോ? ഇടയ്ക്ക് എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി നോക്കും, ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ. അത് മറന്നു പോകുന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യും പിന്നെയും. അപ്പം മറന്നു പോകാറില്ല. പിന്നെ ഈ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ആണെങ്കിൽ കുറേ ഇരുന്ന് എഴുതി നോക്കുമ്പോൾ പിന്നെ അങ്ങ് കുഴപ്പമില്ലാതാവും. വീട്ടിൽ ഈ വചനം പഠിക്കണം അല്ലെങ്കിൽ വചനത്തോടുള്ള ഇഷ്ടമൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പപ്പയും മമ്മിയും സിബ്ലിങ്സും ഒക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം. ലൈക്ക് ഇങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷവും. എല്ലാവരും ഇതിൻ്റെ പുറത്ത് വേറെ ഗിഫ്റ്റും എല്ലാം കൊണ്ടുതരുമൊക്കെ. അപ്പോൾ വചനം ശരിക്കും ഒരു ശക്തി തന്നെയാണ്. അപ്പോൾ സേറക്കുട്ടിയുടെ ജീവിതത്തിൽ സേറക്കുട്ടി ഏറ്റവും സ്വാധീനിച്ച ഒരു വചനം അതേതാ? ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയിലാണ്. 1 കൊരിന്ത്യസ് 15:10. അപ്പോൾ ആ ഒരു വചനമാണ് സേറയെ ശക്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ സേറക്കുട്ടി? അപ്പോൾ അടുത്ത വർഷമൊക്കെ ഇനി നമ്മുടെ നൂറുമേനിയുടെ ഇങ്ങനെ പല സീസണുകൾ ഇനി വരാനിരിക്കുകയാണ്. ഇപ്പോൾ 3 സീസണേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇനി ഫാമിലി ആയിട്ടൊക്കെ മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഗ്രാൻഡ് ഫിനാലെ വേദിയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു സ്വപ്നമാണോ? അത് കുറച്ച് പേടിയാണ് എനിക്ക് അങ്ങനെ പോകാനും റാപ്പിഡ് ഫയർ ഒക്കെ പോലെ ചോദിക്കുമ്പോഴൊക്കെ. പഠിക്കുമ്പോൾ ഒരാഗ്രഹമൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊന്ന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സേറക്കുട്ടി ഇപ്പം വചനം പഠിച്ച് ഇങ്ങനെ അതിരൂപതയിൽ 1ാം സ്ഥാനം എത്തിയെന്നൊക്കെ സ്കൂളിലും സൺഡേ സ്കൂളിലും ഒക്കെ അറിഞ്ഞപ്പോൾ കൂട്ടുകാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? എല്ലാവരും ഭയങ്കര ഹൈപ്പിലൊക്കെ, എപ്പോഴും ഭയങ്കര പഠിപ്പിന്നുള്ള രീതിയിലാണ് ഫുൾ ടൈം കാണുന്നത്. പിന്നെ സ്കൂളിലൊരു സാറൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കണ്ടിട്ട് വന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ വചനം ശരിക്കും ഒരു ശക്തി തന്നെയാണ് ജീവിതത്തിൽ. അപ്പോൾ സേറ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവുകയാണ്. ഒരു മുന്നോട്ട് വചനത്തെ കൂടുതൽ സ്നേഹിക്കാൻ, വചനത്തിൽ കൂടുതൽ ആഴപ്പെടാനുള്ള ഒരു ശക്തിയാവുകയാണ്. ഈ ചെറുപ്രായത്തിൽ വചനത്തിൽ ആശ്രയിച്ച് സേറ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുകയാണ്. അപ്പോൾ സേറക്കുട്ടിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതാ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.